ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം അവൻ ഉത്സാഹിയായിരിക്കുന്നതാണ്. ധാരാളം മടിയുള്ള ആൾക്കാരുണ്ട്, ധാരാളം ഉത്സാഹികളുണ്ട്. ഒരു ഉത്സാഹി പരാജയപ്പെട്ടാലും അവൻ വിജയിച്ചിരിക്കും. പക്ഷെ ഒരു മടിയുള്ളവൻ പരാജയപ്പെട്ടാൽ പിന്നെ അവൻ വിജയിക്കത്തില്ല. ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിലും ദൈവമക്കൾ ഉത്സാഹികളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നതിനൊരു ദൈവവിധൻ ഉത്സാഹിയായിരിക്കണം. രാവിലെ 10 മണിക്ക് ജോലിക്ക് എന്ന് വൈകിട്ട് 5 മണി വരെ ജോലിക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളോ റൈറ്റ് ടൈമിൽ ആ പഞ്ചിങ് ടൈമിൽ ചെന്ന് പഞ്ച് ചെയ്തകത്ത് കയറും, തിരിച്ചിറങ്ങാൻ നേരത്ത് പഞ്ച് ചെയ്തിറങ്ങും. ചില കമ്പനിയിലൊക്കെ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് പിന്നെ അടുത്ത പഞ്ചിങ് ടൈം, അതുവരെ വെയിറ്റ് ചെയ്ത് കയറണം. ടെക്നോ പാർക്ക് പോലുള്ള കമ്പനികളിലൊക്കെ. എന്നാൽ ദൈവസന്നിധി വരുമ്പോ നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ ഉള്ള തീഷ്ണതയെങ്കിലും ദൈവത്തെ സേവിക്കുമ്പോൾ ഉണ്ടാകാറുണ്ടോ? കർത്താവിന്റെ അടുക്കൽ വരുമ്പോ ആ സമയത്തിന് വരിക എന്ന് പറയുന്നത് ഉത്സാഹത്തിന്റെ ലക്ഷണം. ആരാധന തുടങ്ങുന്നതിന് മുമ്പേ വരിക ഉത്സാഹത്തിന്റെ ലക്ഷണമാണ്. ഉറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുക ഉത്സാഹത്തിന്റെ ലക്ഷണമാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഉത്സാഹിയായിരിക്കുക. ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഉത്സാഹിയായാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹം വർണ്ണിക്കാൻ കഴിയുക. ഇവിടെ പൗലോസ് പറയുകയാണ്, ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്, ആത്മാവിൽ എരിവുള്ളവരായി തീഷ്ണതയുള്ളവരായി ദൈവത്തെ സേവിക്കും. ചുമ്മാതെ ദൈവത്തെ വിളിക്കുന്നവരാകരുത്. വലിയ തീഷ്ണത വേണം. എന്റെ ദൈവം എനിക്കത് ചെയ്തു തരും, എന്റെ കർത്താവ് എനിക്ക് വഴി ഒരുക്കി തരും. അങ്ങനെ പറയാനുള്ള മനസ്സും ധൈര്യവും കൃപയും നിങ്ങൾക്ക് ദൈവം തരട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ ഉത്സാഹികളായി മാറട്ടെ. അവർ ഉത്സാഹത്തെ കെടുത്തുന്ന എല്ലാ സ്പിരിറ്റും അവരെ വിട്ടുപോകട്ടെ. കർത്താവിന്റെ വലിയ കൃപ അവരുടെ മേൽ ഇറങ്ങണേ കർത്താവ്. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവെ, അവർ ഉത്സാഹികളായി ദൈവത്തെ സേവിപ്പാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഉത്സാഹികളായി ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കാം. ഗോഡ് ബ്ലെസ് യു.